ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? രാവിലെ എന്താണ് പരിപാടി? രാവിലെ ഞാൻ എഴുന്നേറ്റ് മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി. ഭയങ്കര ചൂട്, രാവിലെ തന്നെ ഭയങ്കര ചൂടാണ്. എന്ത് ചെയ്യാനാ? എന്തുവാ, കേരളം തന്നെ ഇപ്പം ചുട്ട് പൊള്ളുമല്ലേ. നമുക്ക് എന്ത് ചെയ്യാനാ, സഹിച്ചല്ലേ പറ്റൂ നമുക്ക്. പിന്നെ എഴുന്നേറ്റ് രാവിലെ ചായക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങണം. ഇത് കൃഷ്ണൻ ഞങ്ങൾ കണി വെക്കാൻ മേടിച്ചതാണ്. പിന്നെ എന്തുവാ, രാവിലെ അപ്പമായിരുന്നു. അപ്പമെന്ന് വെച്ചാൽ ദോശ ഇങ്ങനെ ചുടത്തില്ല, അതാണ് ദോശയായിരുന്നു. പിന്നെ അമ്മ അടുപ്പിൽ ചോറ് വെച്ചു. പിന്നെ കിളിമീൻ കിട്ടിയായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ കിളിമീൻ എന്നാണ് ഇതിന് പറയുന്നത്. അവിടെ ഒരു പൂച്ച, മീൻ്റെ മണം അടിച്ചുകൊണ്ടാണെന്ന് അറിയത്തില്ല, പൂച്ച വന്നായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ പുറകെ പോയി ഒരു വീഡിയോ എടുത്ത് നോക്കിയിരിക്കുക, എല്ലാം കിട്ടുമോ എന്നറിയാൻ വേണ്ടി. എൻ്റെ മാവേലി 2 മാങ്ങ ഉണ്ടായിരുന്നു, അപ്പുറത്തെ വീട്ടിലെയാ. പിന്നെ തേജ് ഇവിടെ അനിയത്തിയുടെ വണ്ടിയുടെ കയറിയിരിക്കുക, ഓടിക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. പിന്നെന്തുവാ, മാങ്ങ ഇട്ട് വെക്കണോ അതോ മുളകിട്ട് വെക്കണോ എന്നുള്ള ഒരാലോചനയിലാണ് അമ്മ, ഞാനല്ല. പിന്നെ കുഞ്ഞ് രാവിലെ എഴുന്നേറ്റ് കളിക്കാൻ തുടങ്ങി. പിന്നെ ചായ രാവിലെ കടിഞ്ചായ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അതെടുത്തു. പിന്നെ ചായ കുടിക്കാമെന്ന് വെച്ചു. പിന്നെ അതൊരു ഗ്ലാസ് കുടിച്ചു. അപ്പോഴത്തേക്കും തേജു ഇവിടെ ഫുട്ബോൾ കളി തുടങ്ങി. ഏതു നേരം അവനിപ്പോൾ അതേ ഉള്ളൂ ജോലി. അവനേക്കാൾ വലിയ ആമ്പിള്ളേർ ഇവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ അവനിപ്പം ഡെയിലി ഇത് തന്നെയാണ്, അവരുടെ ബോൾ എടുത്ത് ഇത് തന്നെയാണ് പരിപാടി. പിന്നെ 2 പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു. അമ്മ അത് അരിഞ്ഞ് വെച്ച് മുളക് പൊടി, സബോളയൊക്കെ അരിഞ്ഞൊരു സംഭവം ഉണ്ടാക്കത്തില്ലേ, നല്ല ടേസ്റ്റാണ്. എനിക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് അമ്മയോട് പറഞ്ഞപ്പോൾ അത് ഉണ്ടാക്കി. ചോറിൻ്റെ കൂടെയൊക്കെ അത് കഴിക്കുക, അല്ലാതെ തന്നെ നമുക്ക് ചുമ്മാതെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തിന്നല്ലോ. ഈ മാങ്ങയൊക്കെ നമ്മൾ പച്ചമാങ്ങ ഇട്ടാണേലും ഒക്കെ നല്ല ടേസ്റ്റ് അല്ലേ. അങ്ങനെ അത് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ അനിയത്തി ജോലിക്ക് പോകാൻ ഇറങ്ങി. ഉടനെ അവൻ പുറകെ പോയിരിക്കും അവിടെ കൂടെ, എന്നെ താഴോട്ട് ഇറക്കാമെന്നും പറഞ്ഞ്, റോഡിലോട്ട് ഇറക്കാമെന്നും പറഞ്ഞു. പിന്നെ അവൾ താഴോട്ട് ചെന്ന് ഇറക്കി. എപ്പോഴും ഇങ്ങനെ വണ്ടിയെ പോകാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കോവയ്ക്ക അമ്മ മെഴുക്കുവരട്ടി വെച്ച്. പിന്നെ തേജുവിന് അംഗനവാടിയിൽ കളരി പോകണമായിരുന്നു. കളരി പോകാനെല്ലാം റെഡി, കുളിപ്പിച്ച് ഒരുക്കി കഴിക്കാനെല്ലാം കൊടുത്തു. അവൻ തന്നെ പോകണമെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. അങ്ങനെ ബാഗെല്ലാം ഇട്ട് നടന്നു പോകുക അംഗനവാടിയിൽ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവരും